ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു മസാല ബോണ്ട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഞാൻ ഒരു 3 വിസിലിന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഉടയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ പാകത്തിന് കിട്ടുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന മാവിലോട്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരുപാട് വാടി കിട്ടേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് നമ്മൾ ഉടച്ച് മാറ്റി വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു മസാല നമുക്ക് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കണം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് വേറൊന്നും ചേർക്കുന്നില്ല. അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദാമാവോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മാവ് തയ്യാറാക്കണം. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടിയിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഈ മാവിലോട്ട് നന്നായിട്ട് മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അടുപ്പത്ത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം ഞാൻ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കോരി എടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ബോണ്ടയൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.